ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പം ഞാനേ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുളിച്ചിട്ടില്ല ഏട്ടാ. അതുകൊണ്ട് നമുക്കേ ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂളിലെ നല്ല ചൂട് വെള്ള, കുളിക്കാനായിട്ട് നല്ല രസമുണ്ട്. എടാ ജാക്കേ, ഇങ്ങോട്ടേക്ക് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാണ്ട്. ഏ ഇതെന്തത്? രാജുവേട്ടൻ നമ്മളെ വിളിക്കണ്ടല്ലോ. എന്താണോ കാര്യം? ചെന്ന് നോക്കി നോക്കാം. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബൈക്ക് എടുത്തിട്ടേ മേലേക്ക് കയറാം. എൻ്റെ കയ്യിൽ പിന്നെ ബൈക്കൊക്കെ ഉണ്ട്. ഇതാണ് റോയൽ എൻഫീൽഡ് 100. ഇതെന്തത്? ഇവിടെ സ്റ്റക്കായാലോ. ഇതെന്താ കയറണില്ലേ? ഈ വണ്ടിയിൽ 350cc എഞ്ചിനൊക്കെ ഉണ്ട്. ഓ, ബൈക്ക് എടുക്കണ്ടായിരുന്നു, നടന്ന് കയറിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ മേലേക്ക് എത്തിയേക്കാ. രാജുവേട്ടാ എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, നീ ഒരു കാര്യം അറിഞ്ഞാ? നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ, ഇന്നാളെ അവൻ ഒരു പുതിയ കാർ മേടിച്ചില്ലേ, അതും ഒരു മോൺസ്റ്റർ കാറ്, മോൺസ്റ്റർ ഫോർച്യൂണർ. ഇന്നവനെ വേറെ ഒരു കാർ മേടിച്ചു, അത് പക്ഷേ മോൺസ്റ്റർ താറാ. അവനൊരു താറ് മേടിച്ചു, എന്നിട്ടത് മോഡിഫൈ ചെയ്തു. കാണാൻ പക്ഷെ നൈസായിണ്ട്. മോൺസ്റ്റർ താറാ? അവനെപ്പോഴേക്കും പുതിയ കാറൊക്കെ മേടിച്ച? കാശിന്റെ കഴപ്പാ, അല്ലാണ്ട് ഇപ്പൊ എന്നിട്ട് പറയാ. എന്തുവരായാലും ഒരു കാര്യം ചെയ്യാം, TV ഓണാക്കി നോക്കി നോക്കാം. ഗൈസ്, ഇത് കണ്ടില്ലേ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു പുതിയ കാറൊക്കെ മേടിച്ചു. ഇതാണ് മോൺസ്റ്റർ താറ്. അപ്പുറത്തൊരു കാർ ഇരിക്കുന്നുണ്ട്, അതാണ് മോൺസ്റ്റർ ഫോർച്യൂണർ. ഇവന് പക്ഷേ എവിടെ നിന്നാവോ ഇത്രയധികം പൈസ കിട്ടണേ? ഒരു താറൊക്കെ മോഡിഫൈ ചെയ്യാനേ ഇഷ്ടം പോലെ പൈസ ചെലവാവും. നമ്മുടെ ഫ്രാങ്ക്ലിൻ പിന്നെ റിച്ചാ, ഇവന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടാവും. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഹൈറ്റുള്ള വണ്ടി ഓടിക്കാനേ നല്ല രസാ, എവിടെ വേണമെങ്കിലും ഓടിക്കാൻ പറ്റും. ഇത് പിന്നെ കൺട്രോൾ ചെയ്യാനേ ഇച്ചിരി പാടായിരിക്കും. നമ്മുടെ ഫ്രാങ്ക്ലിൻ പിന്നെ ഹെവി ഡ്രൈവറാ. ഇതിപ്പോ എന്താണ്ടായേ? ആ വണ്ടി മറിഞ്ഞു വീണല്ലോ, ഡോറൊക്കെ തെറിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല, ഇത് പിന്നെ താറാണ്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാ. ഇത് പിന്നെ കണ്ടില്ലേ, സൂപ്പർ കാറിന്റെ മേലേക്കാ കേറി പോണേ. എന്തുട്ടായാലും നൈസായിണ്ട്. നമുക്കും ഇതേപോലത്തെ ഒരു വണ്ടി മേടിക്കാം. നമുക്ക് പക്ഷേ പുതിയ വണ്ടി മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു താറുണ്ട്. നമുക്കതങ്ങ് മോഡിഫൈ ചെയ്താൽ മതി. അതിനു മുൻപേ നമുക്ക് ഡ്രസ്സൊന്നും മാറാം. ഈ ഷഡ് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ഷർട്ട് ഉണ്ട്. ഏത് ഷർട്ടടാ? ഈ നീല ഇടാം. ഈ നീല വലിയ കുഴപ്പമില്ല, പാൻറ്റും നീല തന്നെ ഇടാം. എൻ്റെ ബൈക്കും പിന്നെ നീല കളറാണ് കേട്ടാ, എല്ലാം മാച്ചിങ്ങാ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്കേ ഈ ബൈക്ക് എടുത്തിട്ട് നേരെ അടിയിലേക്ക് പോവാം, എന്നിട്ട് ആ താറങ്ങ് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് പക്ഷേ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ എൻ്റെ കൂട്ടുകാരനാ. അവൻ പിന്നെ വണ്ടികളെ പെടയായിട്ട് മോഡിഫൈ ചെയ്യും. നമുക്കപ്പോൾ ഈ താറെടുത്തിട്ട് നേരെ എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. എൻ്റെ വണ്ടിയിൽ പിന്നെ റൂഫില്ലാട്ടാ, നമുക്കപ്പോൾ ഒരു പുതിയ റൂഫ് അങ്ങ് വയ്ക്കാം. ബൈ ചാൻസ് മഴ പെയ്താലേ പണിപ്പാളും, വണ്ടിയിൽ വെള്ളം കയറി, അതുകൊണ്ട് ഒരു റൂഫ് അങ്ങ് വയ്ക്കാം. പിന്നെ ഈ വണ്ടിയിലേ നമുക്ക് വലിയ ടയറൊക്കെ വെക്കാം. ഇതെന്തത്? ഈ ഓട്ടോക്കാരൻ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ? ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ വണ്ടി ഇങ്ങ് കത്തിച്ചളയാം. എന്നാ പിടിച്ചോ. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? എൻ്റെ താറും കൂടി പൊട്ടി തെറിച്ചൂലോ. നൈസായിട്ട് പണിപ്പാളി. ഇപ്പോഴേ എനിക്കെതിരെ പോലീസ് കേസും കൂടി വന്നു. എടാ ജാക്കേ, നീ നുരുപ്പണി കാണിച്ചേ, നീ ഒരു ഓട്ടോറിക്ഷ കത്തിച്ചളഞ്ഞല്ലോ. അതെ, തൽക്കാലം നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. സ്റ്റേഷനിലേക്ക് എന്തിന്? ഞാനൊന്നും നിങ്ങളുടെ കൂടെ വരില്ല. അല്ല പിന്നെ ഇവിടെ ഞാനേ ഒരൊറ്റണത്തിന് വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയാം. എൻ്റെ കയ്യിൽ പിന്നെ RPG ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാവരും തീർത്തളഞ്ഞു, ഒരാളിനും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്കേ നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ താറങ്ങ് മേടിക്കാം. ഇവിടെ പിന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ട്. ചേട്ടാ, ഇറങ്ങ വേണ്ടിന്ന്. ഇനി മുതൽ ഈ കാറേ എൻ്റെ സ്വന്താ. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമുക്ക് പുതിയ കാറ് മേടിക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു താറുണ്ടായിരുന്നു, ആ താറാണെങ്കിൽ പൊട്ടിത്തെറിച്ചു, അതിന് ഒന്നിനും കൊള്ളില്ല. അതിപ്പോൾ സീനില്ല, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. ഇവിടെ നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഈ കാർ നമുക്കിവിടെ പാർക്ക് ചെയ്യാം.
ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇതെന്താ ഷോറൂമിൽ വണ്ടികളൊന്നും ഇല്ലേ? അവിടെ എനിക്കൊരു നിഞ്ച കാണാണ്ട്. നമുക്ക് പക്ഷെ നിഞ്ചൊന്നും വേണ്ട. ഇവിടെ പോർഷ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ആ അതെ, താറുണ്ട് കേട്ടാ. താറ് 2 തരം ഉണ്ട്. റൂഫ് ഉള്ളതുണ്ട്, റൂഫ് ഇല്ലാത്തതും ഉണ്ട്. നമുക്ക് റൂഫുള്ള താറ് മേടിക്കാം. നമുക്കതാണ് വേണ്ടേ. ഓക്കെ, നമ്മളങ്ങനെ ആ താറൊക്കെ പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. ലെറ്റ്സ് ഗോ. ഈ താറ് പിന്നെ ഞാൻ റെഡ് കളറിലെടുത്തേ. ആ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലും റെഡ് കളർ താറുള്ളേ. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ കളർ മാറ്റാം. പകരം ബ്ലാക്ക് കളർ കൊടുക്കാം. ബ്ലാക്ക് കളർ കൊടുത്താൽ നൈസാവും, ഒരു രക്ഷയും ഉണ്ടാവില്ല. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഇതിൻ്റെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? ബ്ലാക്ക് നൈസ് അതിനിട്ടാ. നമുക്കപ്പോൾ ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഗ്ലാസ് പിന്നെ ടിൻ്റ് അടിക്കാം. ഏത് കളറിലാണ് ടിൻ്റ് അടിക്കുക? അതും ബ്ലാക്ക് തന്നെ കൊടുക്കാം. ബ്ലാക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അലോയ്സ് മാറ്റാം. ഈ അലോയ്സ് മതി. അലോയ്സിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓ, ഇപ്പോൾ വണ്ടി നൈസ് അതിനിട്ടാ. ഗ്യാങ്സ്റ്റർ കാറായിട്ട് മാറിക്ക. ഈ ടയറിൻ്റെ സൈസും കൂടി കൂട്ടാം. ഇപ്പോൾ ഇത് ഒരു മോൺസ്റ്റർ കാറായി, ഫ്രാങ്ക്ലിൻ്റെ കാറ് പോലെ. പിന്നെ ഇപ്പോൾ ഇതിന് നിർത്തി ചെയ്യണ്ടേ? സ്റ്റിക്കർ ഒട്ടിക്കണ? സ്റ്റിക്കർ ഒട്ടിച്ചാൽ ബോറാവോ? അത് കുഴപ്പമില്ല, നമുക്ക് സ്റ്റിക്കർ അങ്ങ് ഒട്ടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. ഇതെന്തത്? ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഹലോ ചേട്ടന്മാരെ, നിങ്ങളാരാ? നമ്മളിപ്പോൾ ആരാന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. അതെ, മര്യാദയ്ക്ക് ആ വണ്ടിങ് നമുക്ക് തന്നേക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. ശരി, നിങ്ങളപ്പോൾ വണ്ടി അടിച്ചു മാറ്റാനാ വന്നേലേ? ഇപ്പം ശരിയാക്കാം. ഇവിടെ ഞാനേ ഒരാളിനും വെറുതെ വിടില്ല. ചാവട അങ്ങോട്ട് ചാവ്. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. അതെ, ഞാനും ഒരു ഗ്യാങ്സ്റ്ററാണ്. ഗ്യാങ് ഇല്ലാത്ത ഗ്യാങ്സ്റ്റർ. എനിക്കിപ്പോൾ നിങ്ങളടിക്കാനേ ഒരാളുടെ സഹായം വേണ്ട, ഞാൻ തന്നെ ധാരാളം. എന്താ വാടാ, ഒന്ന് തല്ലടാ. എന്താ പറ്റിയ, പേടിച്ച് പോയാ? വന്ന് തല്ലടാ. ദേ കിടക്കണ അവിടെ. ഇത്ര ഉള്ളോ? ഇവരാണ് എൻ്റെ വണ്ടി അടിച്ചു മാറ്റാൻ പോണേ. അല്ല പിന്നെ. എന്നിട്ടെല്ലാം ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇത് പിന്നെ കണ്ടില്ലേ, നമ്മുടെ വണ്ടി നൈസ് കണ്ടിട്ടാ. വലിയ ടയറൊക്കെ വെച്ചിട്ടേ മോൺസ്റ്റർ കാറാക്കി മാറ്റിയേക്ക. വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാം. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. എൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.